തുടർച്ചയായി ഭരണം വരുമ്പോൾ ഉണ്ടാകുന്ന ഡീജനറേഷൻ മാർക്സിസ്റ്റ് പാർട്ടിയെ എങ്ങനെയാണ് തകർത്തത്? ആ നിലയിലേക്ക് ഇന്ന് കേരളത്തിലെ പാർട്ടി മാറിക്കഴിഞ്ഞുവെന്നും തുടർ ഭരണത്തിന്റെ അഹങ്കാരം തന്നെയാണ് ബംഗാളിലും സംഭവിച്ചതെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് BJP ഓഫീസായി മാറുകയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടർമാർ BJP വോട്ടർമാരായി മാറിയെന്നും ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണെന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇനി വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണത്തിന്റെ അഹങ്കാരം അവരെ ജനങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. ഇത് തന്നെയാണ് ബംഗാളിൽ സംഭവിച്ചത്. തുടർച്ചയായ ഭരണം വരുമ്പോൾ ഉണ്ടാകുന്ന ജീർണത, തുടർച്ചയായ ഭരണം വരുമ്പോൾ ഉണ്ടാകുന്ന ഡീജനറേഷൻ മാർക്സിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ബംഗാളിൽ തകർത്തത്, ആ നിലയിലേക്ക് ഇന്ന് കേരളത്തിൽ പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നു. ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകൾ BJP ഓഫീസായി മാറി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടർമാർ BJP വോട്ടർമാരായി മാറി. കേരളത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത്. ഒന്നോ രണ്ടോ കോൺഗ്രസ് നേതാക്കന്മാർ BJP ചേരുമ്പോൾ മാർക്സിസ്റ്റുകാർ പറയുമായിരുന്നു, ഇവർ കോൺഗ്രസ്സുകാരാണ്, ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ BJP ആണ്. എന്റെ ജില്ലയായ ആലപ്പുഴ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് ചോർന്നു പോയ വോട്ട് 1 ലക്ഷം വോട്ട്. ആ 1 ലക്ഷം വോട്ട് ചോർന്നത് കിട്ടിയതാർക്കാണ്? BJPക്കാണ് 1 ലക്ഷം വോട്ട് പോയത്. പുന്നപ്പുറയും വയനാടുമുള്ള രക്തസാക്ഷികളുടെ മണ്ണായ കണ്ണൂരിനേക്കാൾ കൂടുതൽ MLA-മാരുള്ള ആ ജില്ലയിലെ 1 ലക്ഷം വോട്ടാണ് CPM വോട്ട് BJPക്ക് പോയത്. തിരൂരങ്ങാടി കുണ്ടൂരിൽ രാജീവ് ഭവൻ കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ജില്ലാ UDF ചെയർമാൻ PT അജയ് മോഹൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി ആലിപ്പത്ത് ജമീല, KPCC സെക്രട്ടറി KP അബ്ദുൾ മജീദ്, MN കുഞ്ഞഹമ്മദ് ഹാജി, ഡോക്ടർ UK അഭിലാഷ്, ഷാജി പച്ചേരി, P ഇഫ്തിഖാറുദ്ദീൻ, EP രാജീവ്, മോഹനൻ വെന്നിയൂർ, NP ഹംസക്കോയ, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KP ഹൈദ്രസ് കോയ തങ്ങൾ, ഗാന്ധി ദർശൻ സമിതി ജില്ലാ പ്രസിഡന്റ് PKM ബാവ, നന്നമ്പ്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NV മൂസക്കുട്ടി, സാജിദ് കാച്ചേരി, പച്ചായി മുഹമ്മദ് ഹാജി, K കുഞ്ഞുട്ടി, ലത്തീഫ് കൊടിഞ്ഞി, P ഷാഫി, അഡ്വക്കേറ്റ് PP മുനീർ, തറാല ബാവ തുടങ്ങിയവർ സംസാരിച്ചു. CTV ന്യൂസ് തിരൂരങ്ങാടി. Chamano International Jewelers, traditionally trusted for 160 years.